Perfect. Perfect. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനുമാണ് ചെയ്യുന്നത്. Mi 10i എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് 108 MB ക്യാമറയായിട്ടാണ്. സാംസങ്ങിൻ്റെ HM2 സെൻസറാണ് വരുന്നത്. ഒപ്പം തന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 5G ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ഇതാണ് നമ്മുടെ പാക്കേജ്. പാക്കേജിൻ്റെ ഫ്രണ്ടിൽ 108 MB അൾട്രാ ക്ലിയർ ക്യാമറ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് 108 MBയുടെ റിയർ ക്യാമറ വിത്ത് EI സപ്പോർട്ട് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പ്രൊസസ്സറിൻ്റെ കാര്യം 120Hz ഇൻ്റലിജൻ്റ് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. 4820 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഒപ്പം തന്നെ 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും ഈ ഒരു ബോക്സിനൊപ്പം നൽകിയിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു സിം എജക്റ്റിംഗ് ടൂളാണ്. അതിനുശേഷം മറ്റുള്ള ഷവമി ഫോണിലൊക്കെ കാണുന്നിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു TPU കേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഒരു ചാർജിങ് ബ്രിക്കും ഒരു USB-C ടൈപ്പ് കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ചാർജിങ് ബ്രിക്കും കേബിളും കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് OnePlus ആയിട്ടൊരു ചെറിയ സാമ്യം എനിക്ക് തോന്നി. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കളർ നമുക്ക് ആ ചാർജിങ് ബ്രിക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേബിൾ നോക്കിക്കഴിഞ്ഞാലും ഒരു റെഡ് കളർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് എനിക്കൊരു OnePlus ആയിട്ട് ചെറിയൊരു സാമ്യം തോന്നി. ഫോൺ ആദ്യം കയ്യിലെടുത്തപ്പോൾ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു. കാരണം ഫ്രണ്ടും ബാക്കും വരുന്നത് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. പ്രീമിയം ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ താഴെയായിട്ട് 5G എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോൺ ഫസ്റ്റ് ബൂട്ട് ചെയ്ത് വന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ബ്ലോട്ട്വെയർസ് ഇതിലുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിരുന്നു. ഈ ഒരു MIUI 12 എന്ന് പറഞ്ഞ ഈ ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ള OS നേരത്തെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ ഫോൺ സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൽ കാണുന്ന ഓപ്ഷൻ എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കും. പിന്നീട് നമ്മുടെ ഫോൺ നിറച്ച് ആഡ്സ് ആയിരിക്കും. ഈ സ്റ്റാറ്റസ് ബാറിലൊക്കെ ഒരുപാട് ആഡ്സ് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി എടുക്കേണ്ട ഒരു കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നീട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6.67ൻ്റെ ഒരു ഫുൾ HD+ ഡോട്ട് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 120Hz ആണ് ഇതിൽ വരുന്ന ഒരു റിഫ്രഷ് റേറ്റ്. ആ റിഫ്രഷ് റേറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു റിഫ്രഷ് റേറ്റ് നമുക്ക് 60Hzലേക്ക് വേണമെങ്കിൽ ഒന്ന് ഡൗൺഗ്രേഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ. ഇപ്പോൾ 120Hz കിടക്കുന്നത് ഒരു അഡാപ്റ്റീവ് സിങ്ക് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ കാണുവാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടത് 24 ഒരു ഫ്രെയിം പെർ സെക്കൻഡ് ആണ് വേണ്ടത്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ട ഒരു ഫ്രെയിമിലേക്ക് നമ്മുടെ ഡിസ്പ്ലേ മാറുകയും ചെയ്യും. പിന്നീട് നമ്മൾ വീണ്ടും ആൻഡ്രോയിഡിലേക്ക് വരുവാണെങ്കിൽ അവിടെ 120Hz വർക്ക് ആവുകയും ചെയ്യും. ഫേസ്ബുക്കൊക്കെ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു 120Hzൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെയാണ് മറ്റുള്ള ആ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് അത് സ്വിച്ച് ചെയ്യുകയും ചെയ്യും. 120Hzൻ്റെ താഴെ വരേണ്ട റിഫ്രഷ് റേറ്റ് ആണെങ്കിൽ അത് സ്വിച്ച് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ 90Hz ആണ് വേണ്ടതെങ്കിൽ അതിലേക്ക് അത് ഓട്ടോമാറ്റിക് സ്വിച്ച് ചെയ്യും. ഫോണിൻ്റെ താഴ്വശത്തായിട്ട് നമുക്ക് 3.5mm ഒരു ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കാണാൻ പറ്റും. പിന്നീട് നമുക്ക് USB-C ടൈപ്പ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും ഒരു മൈക്ക് പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സും ഇവിടെ നമുക്കൊരു പവർ ഓൺ ഓഫ് സ്വിച്ചുമാണ്. ഇത് തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. മുകളിലായിട്ട് നമുക്ക് IR ബ്ലാസ്റ്ററും ഇവിടെ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സിം എജക്റ്റിംഗ് ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സിം എജക്റ്റിംഗ് ട്രേ ആണ്. ഇവിടെ നമുക്ക് ഒരു സമയത്ത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 6GB 128GB വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് 6GB 64GB അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ ഒരു 128GB വേരിയൻ്റ് എടുക്കാൻ ശ്രമിക്കുക. ഈ ഫോണിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 108 MBയുടെ ഒരു ക്യാമറ തന്നെയാണ്. കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു OnePlus 70യുടെ ഒക്കെ ഒരു ഫീൽ വരും. ആ ഒരു ക്യാമറയുടെയും ആ ഒരു ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ 108 MBയുടെ ഒരു അൾട്രാ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാമറയും 8 MBയുടെ ഒരു വൈഡ് ക്യാമറയും 2 MBയുടെ ഒരു മാക്രോയും 2 MBയുടെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന് വിചാരിച്ചാണ് ഈ 4 ക്യാമറ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ 2 MBയുടെ മാക്രോയും 2 MBയുടെ ഡെപ്ത് സെൻസറും ഒരു യൂസ്ലെസ് ആണെന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ സ്പീക്കറിൻ്റെ കാര്യമാണ് എടുത്തു പറയാനുള്ളത്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു മൂവിയൊക്കെ കാണുവാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകളൊക്കെ കേൾക്കുവാണെങ്കിലോ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ലെഫ്റ്റും റൈറ്റും നല്ല ബാലൻസ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്.
താഴ്വശത്തായിട്ടാണ് ഒരു സ്പീക്കർ വരുന്നത്, പിന്നീട് നമ്മുടെ ഇയർ പീസിൻ്റെ അവിടെ ആയിട്ടാണ് മറ്റൊരു സ്പീക്കർ വരുന്നത്. അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റീരിയോ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ആ ഒരു ഇയർ പീസിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു LED ലൈറ്റ് പോലെ കാണാൻ പറ്റും, ഒരു വൈറ്റ് കളറിൽ. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ ഇടുമ്പോഴൊക്കെ ആ ഒരു LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 16 MB ഒരു ഫ്രണ്ട് ക്യാമറയാണ്, ഒരു സിംഗിൾ ക്യാമറയാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് ഒരു EISൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 720 30 FPS 1080 30 FPS ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ക്യാമറ ഇൻ്റർഫേസിൻ്റെ ഒരു ലുക്ക് ഇതാണ്. ഇവിടെ നമുക്ക് 108 MB വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബട്ടൺ കൂടിയുണ്ട്. പോർട്രേറ്റ് എടുക്കാൻ പറ്റും, പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് സ്വിച്ച് ചെയ്യാം. ഒപ്പം തന്നെ നൈറ്റ് മോഡ്, പ്രോ മോഡിലേക്ക് നമുക്ക് മാനുവലിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വ്ളോഗ് മോഡും ഡ്യുവൽ മോഡും ഒക്കെ നമുക്കുണ്ട്. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ ഇൻബിൽട്ട് ആണ്. നമുക്ക് ഫോട്ടോ എടുത്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ പിന്നീട് വരുന്ന വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് നമ്മുടെ ഈ പവർ ബട്ടണിൽ തന്നെയാണ്. ഇപ്പോൾ ലോക്കാക്കിയിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. പക്ഷേ ഒരു ആനിമേഷൻ്റെ ഒരു ഡിലേ കൊണ്ട് നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് തോന്നാം. പക്ഷേ അൺലോക്കിങ് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഫേസ് അൺലോക്കിങ്ങും വളരെ സ്പീഡിൽ തന്നെ ആവുന്നുണ്ട്. പക്ഷെ അവിടെ ആ ഒരു ഡിലേ വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ആ ഒരു ആനിമേഷൻ്റെ. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോണിൻ്റെ ആ ഒരു ആപ്പും അപ്പോൾ തന്നെ മെസ്സേജിങ്ങിൻ്റെ ആ ഒരു ആപ്പും വരുന്നത് ഗൂഗിളിൻ്റെ തന്നെയാണ്. കുറച്ച് ഗൂഗിളിൻ്റെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയത് ഷവോമിയുടെ ആപ്ലിക്കേഷൻ ഒന്നുമല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മെസ്സേജിങ്ങിലും അങ്ങനെ കുറച്ച് ഗൂഗിളിൻ്റെ ആ ഒരു മെസ്സേജിങ് സിസ്റ്റം തന്നെ ആയതുകൊണ്ട് നമുക്ക് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ഫീച്ചേഴ്സിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ വൈഫൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ ഉപയോഗിച്ചിട്ടോ നമുക്ക് ചാറ്റ് ചെയ്യാൻ, അതായത് മെസ്സേജ് അയക്കാൻ സാധിക്കും. പിന്നെ ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു പ്രൊസസ്സറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 750G ഒരു ഗെയിമിംഗ് പ്രൊസസ്സറാണ്. ആ ഒരു ഗെയിമിംഗ് പ്രൊസസ്സറൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ഫോൺ അധികം ഹീറ്റ് ആവുകയൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഫോണിൽ. ഫോൺ കിട്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇൻഹാൻഡ് ഫീൽ നല്ലതാണ്, ലുക്ക് നല്ലതാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ബൂട്ട് ചെയ്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ ഹോം സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ ആപ്പ് ഡ്രോയറിലേക്കോ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ബ്ലോട്ട്വേഴ്സ് കാണാൻ പറ്റും. അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഫോൺ മേടിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ആപ്സ് ഒന്നും അല്ല അവർ തരുന്നത്. അവരുടെ കമ്പനിയിൽ അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്സാണ് നമുക്ക് തരുന്നത്. പിന്നെ ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അത് എപ്പോഴും നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ടിരിക്കും. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്ത് വെക്കാനേ പറ്റും, അല്ലാതെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനും പറ്റില്ല. ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാലും നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ യൂസ് ചെയ്ത് കുറച്ച് നാളുകൾക്കുള്ളിൽ എനിക്ക് തോന്നിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഒപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ്, ഒരു ക്യാമറ പെർഫോമൻസ്. അതിനകത്ത് ഞാൻ മാക്രോയുടെയോ അല്ലെങ്കിൽ അൾട്രാവൈഡിൻ്റെയോ കാര്യം നോക്കുന്നില്ല. 108 MB ഒരു ക്യാമറ പെർഫോമൻസ് അത് വളരെ നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. ക്യാമറയിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലോങ് എക്സ്പോഷർ ഉണ്ട്. നമുക്ക് നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഫോൺ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ ഗുണങ്ങളും പോരായ്മകളും ചേർത്തിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.